ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റോറി കാണാം. കുട്ടപ്പനെ എല്ലാം പ്ലാൻ കഴിഞ്ഞോലെ. എടി റോസ് എല്ലാവരും വിളിച്ചു കഴിഞ്ഞു. ആ അർജുൻ പറയാ, അമ്മ വിളിക്കുക, വാ ഇങ്ങേ. ആ എന്താ അമ്മ? ഇത് ഒരു കാര്യം പറയാനുണ്ടോ? നിൻ്റെ ചേട്ടനൊക്കെ മാരേജാണ്. അമ്മ ഡ്രസ്സ് അത് അതെ എല്ലാം നമ്മൾ ഷോപ്പിംഗ് ചെയ്ത് നമുക്കിപ്പോൾ മേങ്ങി വരണം. അത് മുമ്പ് എല്ലാവരും വാ. ശരി അമ്മ, ശരി. എല്ലാവരും പോയി ഷോപ്പിംഗ് കഴിഞ്ഞു. ആ എല്ലാവരും ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞല്ലേ? അതെ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്തു. അങ്ങനെ എല്ലാവരും ഷോപ്പിംഗ് ചെയ്ത് വന്ന് ടയർഡായിപ്പോയി. എന്ത് കഷ്ടോടി. അതെ ഇപ്പോൾ ടയർഡാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് മാരേജാണ്. അങ്ങനെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞു. എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞല്ലേ? അതെ, നമുക്ക് ഇപ്പോഴെല്ലാം നമുക്ക് സാധനം ഷോപ്പിംഗ് ചെയ്യാം. എല്ലാവരും പോയി എന്തെല്ലാം സാധനങ്ങൾ വേണം അതെല്ലാം ഓർഡർ ചെയ്ത് ഓൺലൈൻ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡി. കമ്പ്യൂട്ടറെല്ലാം റെഡിയാണല്ലേ ചേട്ടാ? നിങ്ങൾ രണ്ടുപേരും റെഡിയാണല്ലേ? ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു മൊത്തം ക്യാമറ ഇങ്ങ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും നോക്കണം. ബാക്കി ഞങ്ങൾ എല്ലാവരുടെ ഫോൺ ഉണ്ടല്ലേ? ഉണ്ട്. ഓക്കെ, എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. ഹൊറേഴ്സ് പറഞ്ഞാൽ അതൊന്നും സെറ്റാവില്ല. അതെ, നമ്മൾ ട്രിപ്പ് പോകുന്ന പോലെ ചെറിയ ചെയ്യാൻ പോകുന്നു ചേട്ടാ. എന്ത്? ഇത് പറഞ്ഞ കേട്ട് നമ്മൾ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പോകുന്നു പറയാം. അതിനു മുമ്പ് അവന് കൂടെ വരും. അതെ, ആ 4 വയസ്സുകാരൻ കൂടെ വരും. അതെ, അതെന്ത് ചുമ്മാ പറയാം നമ്മൾ ട്രിപ്പ് പോകുന്നത്. ഞങ്ങൾ ശരിക്കും ട്രിപ്പ് പോകുന്നതൊന്നുമല്ല. ശരി, ഇപ്പം നമ്മൾ പ്ലാൻ എല്ലാവരും ഓക്കെ അല്ലേ? ഇപ്പം രാത്രിയായി. കുട്ടപ്പ നല്ല ഉറക്ക. കുട്ടപ്പ ആരോ ഈ പാതിരത്ത് കുടിക്കുക. നല്ല കുറച്ച് കുടിച്ചായിരുന്നു കുട്ടപ്പ ആരാ? അമ്മടാ, ഇങ്ങോട്ട് നോക്കടാ കുട്ടപ്പ. അയ്യോ, എന്ത് ഇത്? കുട്ടപ്പ തുറന്നു നോക്കി, ആരുമില്ല. ഇത് വെറുതെ തോന്നിയ കുട്ടപ്പൻ്റെ മേലെ കറുത്ത പൂച്ചെറിഞ്ഞ് കുട്ടപ്പ പേടിച്ചെണിച്ചു. കുട്ടപ്പ ഇറങ്ങി വരുമ്പോൾ കുട്ടപ്പ പുറകിലൊരു അടി വെച്ച് കുട്ടപ്പ തിരിഞ്ഞു നോക്കി, ഒന്നുമില്ല. അതെന്ത് ശരിക്ക്? കുട്ടപ്പ മുകളിൽ നോക്ക് കുട്ടപ്പ. എന്ത് മുകളില്ല? അയ്യോ, പ്രേതം. കുട്ടപ്പ ഹാ പറത്തോടിയാണ്. പറത്തും കണ്ടു എല്ലായിടത്തും. കുട്ടപ്പ പേടിച്ച് ഓടിപ്പോയി. മരത്തിൻ്റെ അടുത്തിരുന്നു. കുട്ടപ്പ അയ്യോ, പ്രേതം. അവിടേക്കേ മയങ്ങി വീണു മരത്തിൻ്റെ അവിടെ. എല്ലാവരും ഓടി വന്നു. എന്ത്? കുട്ടപ്പൻ മയങ്ങി? അതെ, കുട്ടപ്പൻ മയങ്ങി. വാ, നമുക്ക് ഇവിടുന്ന് പോവാം. ശരി, ഇത് നമുക്ക് ഓക്കെ. ശരി. അതെ എങ്ങനെയുണ്ടായി മിയ നിൻ്റെ? എന്തടി പറയാ? എന്തിനടി വള്ളിയിലിട്ട് നീട്ടിയത്? എനിക്കേ ഇവിടെ കുറച്ച് തൂങ്ങിയിട്. ഞാനേ താഴെ വീണ് പോലെ തൂങ്ങി. അതേ, റോസ് അവിടെ? ഹായ്. അയ്യോ റോസ്, ഞാനേ പേടിച്ചുപോയി. എന്തിടി കോളം? ഇല്ലടി, അവൻ്റെ ഒല്ലി പിടിക്ക് വലിക്കുക, അവിടെ ബഗയൊക്കെ, പിന്നെ അവിടെ തൊട്ടിട്ട് ബഗ്ഗ. എനിക്ക് ഇടിപ്പേ പൊളിഞ്ഞ്. എന്തിടി ഇത് ചെയ്യാൻ ഇടിപ്പ് പൊളിഞ്ഞതാ? അതെ, മരുത്തിനോടെ പിടിപ്പിച്ച ആളിവിടെ. ലല എന്തടി കോളം? എന്ത് പറ്റിടി? എടി എന്ത് ആലിയ നിൻ്റെ ഗെട്ടപ്പ്? എന്ത് പറ്റി? എന്നെ കാണാൻ സുന്ദരിയായിട്ടില്ലേ? എന്താണ് ഈ കോണം ഇത്? ഭയങ്കര ഓവർ ചെയ്ത് ഞങ്ങളെ പേടിച്ചു പോയിടി. ഇങ്ങനെ നീ മേക്കപ്പ് ചെയ്ത് സർപ്രൈസ് പറഞ്ഞ? അതേടി, എങ്ങനെയുണ്ട് മേക്കപ്പ്? ടെറർ പീസ് മാതിരി ഉണ്ടടി. ശരിക്കും ഗോസ്റ്റ് മതിയായിരുന്നു. ശരി, അടുത്ത പ്ലാൻ നമുക്ക് പോവാം. അങ്ങനെ അടുത്ത പ്ലാൻ ഇവനാണ് രണ്ടാമത്തെ ആൾ. ഫസ്റ്റത്തെ പറയാം, ബോസ് എന്ത് പ്രേതം പിടിച്ചു, ഞാൻ ജയിലിലേക്ക് പോവാം. എന്താടാ ജയിലിൽ പോവാ? ഇല്ല. അങ്ങനെ അവൻ പേടിച്ചിട്ട് അവൻ്റെ നാട്ടിലൊക്കെ പോയി. അതെ, പിന്നെ രണ്ടാമത്തെ ആൾ ഇവനാണ് ഒരു അല്ലിക്കൈ മാതിരി. ഇവനാണ് കൃഷ് എന്ന് വിളിക്കുക. ശരി, ഇവനക്ക് എന്ത് പേടി? എന്ത് ഇവനക്ക്? അതെ, ഇവനക്കൊന്നുണ്ട് വീക്ക്നെസ്. അതെന്താ? അത് പറഞ്ഞ ഇവനക്ക് ഒരു ഗേൾസ്, അതെ ഒരു ഗേൾ വെച്ച് നമുക്ക് കമ്പ്യൂട്ടറിലെ ഒരു ഗേൾ. അതെ, ഓക്കെ റൈറ്റ്. അതെ, ഇവന് കുറച്ച് നെട്ടിപ്പിടും. അതെ, ഇവൻ ശരിക്കും ഗേൾ മാതിരി അത് ചെയ്യിക്കണോ? ശരി, ഓക്കെ. ഓക്കെ. അങ്ങനെ അടുത്ത പ്ലാൻ ചെയ്യാൻ പോയി. അടുത്ത പ്ലാന് അവന് അറുത്ത് ക്രഷ് വന്നു. വാവ്, ഇതേതാ പെണ്ണ്? അങ്ങനെ പുറകിൽ പോകുമ്പോൾ പെട്ടെന്ന്
അത് മറിഞ്ഞു പോയി. അത് കണ്ട് അവിടേക്കേ മയങ്ങി ഇവൻ്റെ കാര്യം പോക്ക്. അയ്യോ ഗേള് നിറച്ചു പോയി. അയ്യോ ഇത് ശരിക്കും പ്രേതമാണ്. അവനിക്ക് ജോറ പണി വന്നു. ഇത്രയാണ് ഉള്ളത്. അടുത്തത് നമുക്ക് നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ ആള്. അതെ, മൂന്നാമത്തെ ആളാണ്. പേര് ഡേവിഡ്. അതെ അതെ ഡേവിഡ് എന്നെ പിടിച്ച് ക്യാമറ അവനക്ക് ഒരു മരുന്ന് കൊടുത്ത്, ഒരു ടാബ്ലറ്റ്. അത് കഴിച്ച സത്യം പറയും. അങ്ങനെ അവനക്ക് ആ ടാബ്ലറ്റ് കഴിച്ച് അവന് 4 അടി അടിച്ച് സത്യം പറയും ഡേവിഡ്. എല്ലാ കാര്യവും ഡേവിഡ് പറഞ്ഞു. ആധാരം മൊത്തം ഡീറ്റെയിൽസ് കിട്ടി. ഓക്കെ അലിയ, നിൻ്റെ അങ്കിൾക്ക് കോൾ ചെയ്. ശരി, ഓക്കെ. ഹലോ അങ്കിൾ. നിങ്ങൾ വേഗം വാ അങ്കിൾ. അതുമാത്രമല്ല നിങ്ങൾക്ക് സാക്ഷി മൊത്തം ഉണ്ട് അങ്കിൾ. എല്ലാ കാര്യവും കിട്ടി റിപ്പോർട്ട്. അവൻ സത്യം പറഞ്ഞു അങ്കിൾ. എല്ലാ പറ്റിയും കണ്ടുപിടിച്ചു മൊത്തം. ബാക്കി ഗേൾസ് നിങ്ങളുടെ വീഡിയോ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എല്ലാം നമ്മൾ ആധാർ കണ്ടുപിടിച്ചു അങ്കിൾ. താങ്ക് യു അലിയ. താങ്ക് യു ഗേൾസ്. ഓക്കെ. അതെ, അവൻ എന്തെല്ലാം ക്രിമിനൽസ് ജോലി ചെയ്യുന്നു. എല്ലാ പാവങ്ങളുടെ സ്വത്തും എടുത്തു കഴിക്കുക. അതുകൊണ്ട് അവനെ പിടിച്ചകത്തിട്ടു. അവൻ്റെ ഒന്നിൽ അവനെ തൂക്കിക്കൊല്ലാൻ എന്നെ ഓർഡർ കൊടുത്തായിരുന്നു. ശരി, ഓക്കെ. ഇപ്പം എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞല്ലേ? അതന്നെ. അവനിപ്പോൾ ജയിലിലാണ് ഉള്ളത്. കുറച്ച് ദിവസം കഴിഞ്ഞ് അവനെ വേറെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ പോവാം. അവിടെ അവൻ്റെ മേലെ കേസ് കൂടുതലാണ് ഉള്ളത്. അവിടുത്തെ ഒരു മന്ത്രിൻ്റെ എന്തോന്ന് കട്ടിനി. അതുകൊണ്ട് അവനെ പാകിസ്ഥാനിലേക്ക് അയച്ചിട്ടുണ്ട്. ശരി, ഓക്കെ. ഇപ്പം അടുത്ത പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞ്. ഈ നാട്ടിലൊക്കെ അവൻ വരുമല്ല. അവിടെ നിന്ന് ജീവിതത്തോളം അവന് നയിക്കാം. ശരി, ഓക്കെ. പ്രിയ, എന്താ പറ്റി അമ്മ? എടി രശ്മി, പ്രിയ റെഡിയോ ചേട്ടാ? എന്താ അമ്മ പറയാ? ചേട്ടനക്കല്ല മാരേജ്. എന്തിനാ എനിക്ക് ഈ ഡ്രസ്സ്? നിനക്കും ഇന്ന് കല്യാണം, എനിക്ക് കല്യാണം. എന്താ അമ്മ പറയുന്നത്? അതെ മോളെ, നിനക്കും കല്യാണമാണ്. അത് എനിക്ക് എൻഗേജ്മെൻ്റ് ആയിട്ടല്ലേ? നിനക്കും കല്യാണം. മറിയാതെ